പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിൽ പിതാവ് കുറ്റം സമ്മതിച്ചു. കവളാകുളം സ്വദേശി ഷിജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കുഞ്ഞിനെ മടിയിലിരുത്തി അടിവയറ്റിൽ ഇടിച്ചെന്നാണ് പിതാവ് മൊഴി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിലാണിപ്പോൾ പിതാവ് കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഷിജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, എന്തായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഈ വാർത്തയുടെ പിന്നാലെ തന്നെയാണ്. കാരണം 1 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചെന്ന് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെയാണ് പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചെന്നുള്ള വാർത്ത നമ്മൾ തന്നെ ആദ്യം കൊടുക്കുന്നത്. പക്ഷേ അതിൽ ഇത്തരത്തിലുള്ള ദുരൂഹത ഉണ്ടെന്നുള്ള കാരണത്തിൽ പോലീസും മറ്റുള്ള ജനങ്ങളെല്ലാം തന്നെ ഒരു പരിഭ്രാന്തി. കാരണം ഇതിന്റെ വ്യക്തത വരാനുണ്ടായിരുന്നു. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എല്ലാവരും കാത്തിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്തും അച്ഛനെ അമ്മയെ മാറി മാറി തന്നെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തും ചോദ്യചിഹ്നമായിരുന്നത് കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ പൂർണ്ണമായിട്ടുള്ള മറ്റുള്ള പരിശോധന ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പരിശോധന കൃത്യമായ രീതിയിൽ വരുന്നപ്പോഴാണ് വയറിനേറ്റ ക്ഷതമാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാരണമാണ് വ്യക്തമായത്. തുടർന്ന് പോലീസ് അതിവിദഗ്ധമായി തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ പിതാവിനെ ഷിജിനെ, അതായത് ഈ ഇഹാന്റെ പിതാവ് ഷിജിനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഇദ്ദേഹം ഷിജിൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടിവയറ്റിൽ ഇടിക്കുകയായിരുന്നു. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് പോലീസിന് ഇദ്ദേഹം നൽകിയിട്ടുള്ളത്. 1 വയസ്സുകാരൻ മരണത്തിൽ പിതാവ് കുറ്റം സമ്മതിച്ചു എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നത്. കുട്ടിയെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചു എന്നാണ് കുട്ടിയുടെ പിതാവായിട്ടുള്ള ഷിജിൻ കുറ്റം സമ്മതിച്ച് മൊഴി നൽകിയത്. കുഞ്ഞിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഇന്നാണ് ഷിജിനെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നത്. 3ാം തവണയാണ് ഇത്തരത്തിൽ ഷിജിനെ ചോദ്യം ചെയ്യാൻ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നതും. കാഞ്ഞിരംകുളം കയ്യാവിള ഷിജിൻ ഭവനിൽ താമസിക്കുന്ന ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിൽ ആ സമയത്ത് കൃഷ്ണപ്രിയയുടെ, അതായത് ഇഹാന്റെ അമ്മ കൃഷ്ണപ്രിയയുടെ ബന്ധുക്കളാണ് ആദ്യമേ ആരോപിച്ചത് ഇത്തരത്തിൽ ഒരു മരണം ദുരൂഹത ഉണ്ട്, അതിൽ പിതാവ് ഷിജിനാണ് ഇത്തരത്തിൽ കൊല ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ ആദ്യമേ തന്നെ പോലീസിനോട് പറഞ്ഞത്. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ദുരൂഹത തന്നെയാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചു വന്നും അതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. പിതാവ് തന്നെയാണ് ആ കുഞ്ഞിനെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ള ഒരു മറുപടിയാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ളത്. അരുണിമ, ശരി, വ്യക്തമാണ്. നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരന്റെ മരണത്തിലാണ് ഇപ്പോൾ പിതാവ് കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. കുട്ടിയെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചു എന്നാണ് കുട്ടിയുടെ പിതാവ് ഷിജിൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ വീണ്ടും പോലീസ് ഷിജിലിനെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ 3ാം തവണയാണ് ഷിജിനെ ചോദ്യം ചെയ്യുന്നത്. ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനാണ് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ചത്. ഷിജിൽ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് കുഴഞ്ഞു വീണത്. ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൃഷ്ണപ്രിയയും ഷിജിലിനെയും നെയ്യാറ്റിൻകര പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. പിന്നീട് 1 തവണ കൂടി ഷിജിലിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. കുഞ്ഞിന്റെ മരണത്തിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ടുള്ളൊരു കാത്തിരിപ്പൊക്കെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ വയറ്റിൽ ചതവ് കണ്ടിരുന്നു. ഇതേ തുടർന്നാണ് പിതാവ് ഷിജിലിനെ വീണ്ടും ചോദ്യം ചെയ്തതും ഷിജിൽ കുറ്റം സമ്മതിക്കുന്നതും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രദീപ് പാറശാലയാണ്.